ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചെറിയ നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. ഫാൻ ഇട്ടിട്ടുണ്ട്, നല്ല ചൂടാണല്ലോ, അപ്പോൾ അത് കാരണം ആ ഫാനിൻ്റെ നോയ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാതിരിക്കണമെന്ന് വെച്ചാൽ സിലബസ് എഴുതാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ സിലബസ് പ്രിൻ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇനിയിപ്പോൾ 2026 എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നിലവിൽ ഇനിയിപ്പോൾ ഈ എക്സാമുകളില്ല. ഞാൻ ഫോക്കസ് ചെയ്യുന്ന എക്സാം വരുന്നത് 2026 സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അല്ലേ. PSC പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കണ്ടിന്യൂറ്റി, കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ലൈഫിൽ ഒരുപാട് എന്താ പറയുക, എനിക്കില്ലാത്തതും ഒന്നാണ്. അപ്പോൾ ഈ ഒരു പുതിയ റീസ്റ്റാർട്ടിൽ നിന്നെങ്കിലും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് വളരെ അധികം ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ സിലബസ് ഞാൻ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്തപ്പോഴും സിലബസ് പ്രിൻ്റ് എടുക്കും. എന്നിട്ട് കഴിയുന്നത് ടിക്കിട്ട് പോകും. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഫോണിലാണ് സിലബസ് എന്ന് വെച്ചാൽ എപ്പോഴും ഫോണെടുത്ത് നോക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ PDF ഉണ്ട്, അതിൻ്റെ പ്രിൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ PDF കയ്യിലില്ലാത്ത കാരണം റഫായിട്ട് ഏതൊക്കെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്, എത്ര മാർക്ക് വീതം വരുന്നുള്ളത് ഒരു ബുക്കിൽ എഴുതിച്ചു. അത് വെച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ലക്ഷ്യയുടെയാണ്. ഇതിനൊക്കെ മുമ്പ് ഞാൻ ടാലൻറ്റിൻ്റെ, ഞാൻ ഫസ്റ്റായിട്ട് PSC പഠിച്ചു തുടങ്ങിയപ്പോൾ ടാലൻറ്റിൻ്റെ റാങ്ക് ഫയലാണ് ഫോളോ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ അതിൽ വെച്ച് അധികം ഉണ്ടായിരുന്നില്ല, വോളിയം കുറവായിരുന്നു. ഒരു ഒറ്റ വോളിയുള്ളൊരു ബുക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ വാങ്ങിക്കുന്നത്. അത് കുറച്ചും കൂടി നല്ലതാണ്. തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ വളരെ കുറവുള്ളൊരു റാങ്ക് ഫയലായിട്ട് എനിക്ക് ലക്ഷ്യയുടെ ബുക്ക് തോന്നി. എൻ്റെ ഫ്രണ്ടാണ് അത് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് മേടിച്ച് നോക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടും ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ടാലൻറ്റിൻ്റെ ഞാൻ പഠിച്ചിരുന്നു, ഇപ്പോൾ ലക്ഷ്യയുടെ മേടിച്ചപ്പോൾ അത് വേണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും രണ്ട് റാങ്ക് ഫയലും റെഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും എന്താ പറയുക, മാർക്കറ്റിൽ കുറേ ബുക്കുകൾ ഇറങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു, ഒരെണ്ണം പുതിയത് വരുമ്പോഴേക്കും അടുത്തത് അത് മേടിച്ചു, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കേട്ടോ. നമ്മളെപ്പോഴും ഒരു റാങ്ക് ഫയൽ അത് വൃത്തിയായിട്ട് പഠിക്കാൻ, അത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഫസ്റ്റ് ഞാൻ സിലബസ് ഇങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബുക്ക് എടുത്തിട്ട് ഞാൻ ഇന്ന് കേരള ജോഗ്രഫിയിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. കാരണം കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും തുടങ്ങുന്നത്. അപ്പോൾ ഒരു മടുപ്പിക്കുന്ന വിഷയമാണെന്ന് വെച്ചാൽ അപ്പം തന്നെ ചിലപ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നും. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫി. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കേരള ജോഗ്രഫിയും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേരള ജോഗ്രഫി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ റാങ്ക് ഫയലിൽ നിന്നാണ് ആദ്യം പഠിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, എനിക്ക് ഈ PSC ജേർണിയിലുണ്ടായ മിസ്റ്റേക്കുകൾ അത് പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തെടുത്തത്. അതിൽ ഒന്നാമത്തെ കാര്യമായിരുന്നു, ഞാൻ ആദ്യം PSCക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ LDC 2021 LDCക്ക് തൊട്ടാണ് ഞാൻ കുറച്ചൊന്ന് ആത്മാർത്ഥയായിട്ട് അല്ലെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങിയത്. PSC എന്താണ് എന്നുള്ള അറിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയത് ഞാൻ ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു 2-3 കൊല്ലത്തോളം എൻ്റെ പഠന രീതി എന്ന് പറയുന്നത് തന്നെ, ഞാൻ എങ്ങനെയാണ് എപ്പോഴും സിലബസ് പഠിക്കാന്ന് വെച്ചാൽ സിലബസ് എടുക്കും. ഇപ്പോൾ ഇന്ന് ഞാൻ കേരള ജോഗ്രഫിയാണ് തീർക്കണമെന്ന് വെച്ചാൽ ഒരു 2-3-4 ദിവസം ഞാൻ വയ്ക്കും. അതായത് ആ ദിവസം ഫുള്ള് ഞാൻ ജോഗ്രഫി പഠിക്കും, എന്നിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യം പഠിച്ചിരുന്നത്. ഒരുപാട് നാൾ ഞാൻ ആ മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്കൊക്കെ ഒരു 4 ദിവസം കൊണ്ടൊരു ടോപ്പിക് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് ഒരു 1-2 കൊല്ലം മുമ്പ്, ഒരു 2 കൊല്ലം എന്നെ കണക്കാക്കാം, എൻ്റെ ഒരു ഫ്രണ്ടാണ് പറയണത്, നീ ഇങ്ങനെ പഠിക്കാതെ വേറെ രീതിയിലൊന്ന് പഠിച്ചു നോക്ക്. അതായത് എപ്പോഴും ഇപ്പോൾ ഇത്ര ഡേ വെച്ച് ഒരു ടോപ്പിക്ക് തീർക്കാതെ ഒരു ദിവസം തന്നെ പല സബ്ജക്റ്റ് പഠിക്കാൻ. അപ്പോൾ ആദ്യം എനിക്കത് ബുദ്ധിമുട്ടായി തോന്നി. കാരണം നമ്മൾ ഫോളോ ചെയ്ത് വന്നത് ഒരു തെറ്റായ വഴിയാണെങ്കിലും നമുക്ക് അതിലേക്ക് തന്നെ പോകാനല്ലേ കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരിക്കുക. മീൻസ് അതിൽ നമ്മൾ കംഫർട്ടായി വന്നതെന്ന് വെച്ചാൽ നമുക്കതാണല്ലോ. എന്നാലും പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, പറഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ആ മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത്. അതായത് ഞാൻ പിന്നീട് ഇപ്പം എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു 3-4 ടോപ്പിക്ക് ഇന്നിപ്പോൾ രാവിലെ എടുക്കുമ്പോൾ വിചാരിക്കും എന്തൊക്കെ ടോപ്പിക്ക് ഇന്ന് പഠിക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെക്കും. ഇപ്പോൾ 1 മണിക്കൂർ ഇപ്പോൾ ഇന്ന് ഫിസിക്സ് പഠിച്ചാൽ വെച്ചാൽ പിന്നത്തെ 1 മണിക്കൂർ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിപ്പോൾ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, ഇപ്പോൾ ചിലർക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ബിഗിനറൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു മണിക്കൂറൊന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ചിരിക്കാൻ ഒട്ടും പറ്റില്ല അല്ലേ. അപ്പോൾ ആദ്യം ഒരു 15 മിനിറ്റ് നേരെ നോക്കുക, പിന്നെ അത് അരമണിക്കൂറാക്കാം, പിന്നെ 1 മണിക്കൂറാക്കാം, പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ 2 മണിക്കൂറാക്കാം. അങ്ങനെ കൊണ്ടുപോകാൻ കുറച്ചും കൂടി ബെറ്റർ. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക്ക് വളരെ പെട്ടെന്ന് ബോറടിച്ച് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്കത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഫസ്റ്റ് പഠിച്ചിട്ട് പിന്നെയുള്ള സബ്ജക്റ്റ് നമ്മൾ പുറകിലേക്ക് വയ്ക്കുകയാണ് പതിവ് അല്ലേ. അപ്പോൾ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ പുറകിലത്തെ സബ്ജക്റ്റ് എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബോറടി ആയിരിക്കും. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഒരു സബ്ജക്റ്റിൽ ചിലവഴിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഒരു സബ്ജക്റ്റിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് മടുക്കും.
അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്കത് എന്താ പറയുക, ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വിജയം തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എടുത്ത് വെക്കുന്നത് ഇന്ന് കേരള ജോഗ്രഫി പഠിക്കാം, പിന്നെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, കാരണം പിന്നെ ഫിസിക്സ് ഓർ ബയോളജി, അങ്ങനെ ടോപ്പിക് വൈസ് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കേരള ഭൂപ്രകൃതി നോക്കിയപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വിചാരിച്ചു റാങ്ക് ഫയലിലത്തെ നോക്കാം. റാങ്ക് ഫയൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് ഈ മലനാട് തീരപ്രദേശ ആ സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻസ് ഇപ്പോൾ കായലുകളാണ് പഠിക്കണമെന്ന് വെച്ചാൽ ആ കായലുകൾ ഇപ്പോൾ 1 മണിക്കൂർ എടുത്ത് ആ ഒരു ടോപ്പിക് തീർക്കാം. ഇപ്പോൾ ബയോളജിയാണ് നോക്കണമെന്ന് വെച്ചാൽ രോഗകാരികളാണെന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് നമ്മൾ വൃത്തിക്ക് പഠിക്കുക, ഇത്ര സമയം കൊണ്ട് നമ്മളത് വൃത്തിക്ക് പഠിച്ച് അത് തീർക്കാം. അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നോക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതാണ് നമ്മൾ നോക്കുന്നത്, റിട്ടാണോ നോക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളാണോ നോക്കുന്നത്, ആ ഒരു ടോപ്പിക്ക് ഇത്ര സമയം കൊണ്ട് വൃത്തിയായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ മാത്സിലോട്ട് കിടക്കുമ്പോഴാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് മാത്സ് ഞാൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത് വെച്ചാൽ രാത്രി സമയമാണ് ഞാൻ മാത്സിന് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. രാത്രി ഇത്ര മണി ടു ഇത്ര മണി, ഇപ്പോൾ ഒരു 7 മണി ടു 10 മണി വരെ ഞാൻ മാത്സ്, കാരണം മാത്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ഭയങ്കര ആയിട്ട് മാത്സ് അറിയുന്നവരൊന്നായിരിക്കില്ല. ഞാനൊക്കെ ഒരുപാട്, കാരണം ഞാൻ കൊമേഴ്സ് ആയിരുന്നു, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള മാത്സ് 10 വിട്ട് കഴിഞ്ഞാൽ പിന്നെ മാത്സിൻ്റെ ഒരു ഉപയോഗം വരാത്തതുകൊണ്ട് ബേസൊക്കെ ഞാൻ മറന്നായിരുന്നു. എനിക്ക് കണ്ടുകൂടാത്ത ഒരു സബ്ജക്റ്റായിരുന്നു മാത്സ്. പക്ഷേ ഡെയിലി പ്രാക്ടീസിലൂടെയാണ് ഞാനത് എനിക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റാക്കി മാറ്റിയത്. പിന്നെ മാത്സിന് നമുക്കറിയാം സ്പീഡ് വളരെ ആവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ബേസിൽ നമുക്ക് എത്ര അറിയുന്ന ടോപ്പിക്കാണെങ്കിലും ഡെയിലി ബേസിൽ നമ്മളിങ്ങനെ നമ്മൾ മിനുക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതേപോലെ തന്നെയാണ് മാത്സിൻ്റെ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ് മലയാളവും ഇംഗ്ലീഷൊക്കെ തന്നെയാണെങ്കിലും അതിനും ഒരു പ്രത്യേക ടൈം. അപ്പം നമ്മൾ വിചാരിക്കുക ഇത്ര ടൈം നമ്മൾ മലയാളത്തിന് മാറ്റി വെച്ചു, ഇത്ര ടൈം നമ്മൾ ഇംഗ്ലീഷിന് മാറ്റി വെച്ചു. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് അഫെയേഴ്സ്. കാരണം 8ൻ്റെ പണി കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അപ്പോൾ കഴിഞ്ഞ ഒരു കമ്പനി ബോർഡ് LGSന് വേണ്ടി വളരെയധികം പ്രിപ്പയർ ചെയ്ത് നല്ലൊരു റാങ്കോടൊക്കെ കൂടി ലിസ്റ്റിലൊക്കെ വരണമെന്ന് ആഗ്രഹിച്ച്, പക്ഷെ എന്താ എനിക്ക് വിചാരിച്ച പോലെ പെർഫോം ചെയ്യാനോ ലാസ്റ്റ് സമയം റിവിഷൻ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അവിടെ എന്നെ ചതിച്ചത് കറണ്ട് അഫെയർ ആണ്. കാരണം കറണ്ട് അഫെയർ പഠിക്കാൻ എനിക്ക് ഇത്തിരി അധികം മടിയാണ്. അപ്പോൾ ഞാൻ എന്തായെന്ന് വെച്ചാൽ കറണ്ട് അഫെയർ എപ്പോഴും പിന്നെയാവാൻ ഇട്ടു. ആ എക്സാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മാർക്ക് പോയത് കറണ്ട് അഫെയർ ആണ്. പോരാത്തതിന് വളരെ ബാക്കിൽ നിന്നും എടുത്ത് ചോദിച്ചിരുന്നു കറണ്ട് അഫെയർ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 2025 എക്സാം എഴുതുന്നത് വെച്ചാൽ ഒരിക്കലും ഒരു 2023 24 മാത്രം കറണ്ട് അഫെയർ നോക്കിയിട്ട് കാര്യമില്ല. കുറച്ചും കൂടി മുമ്പത്തെയും തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. ഏറ്റവും ഡെപ്തിൽ പഠിക്കേണ്ടത് നമ്മൾ 23 24 അതേപോലെ തന്നെ 25 പക്ഷേ നമ്മൾ അതിൻ്റെ മുൻപത്തെയും ഒരിക്കലും നോക്കാതെ പോകരുത് എന്നുള്ള നമ്മൾ പറയില്ലേ, ഓരോ പരീക്ഷകളും നമുക്കൊരു എന്താ പറയുക ഒരു പാഠമാക്കണം. അതെനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അടുത്തൊക്കെ. പിന്നെ ഞാനും ഇപ്പോൾ PSCയിൽ ഭയങ്കര എന്താ പറയുക, നിങ്ങളെല്ലാവരെ പോലെ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു ബിഗിനറുടെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല ഗ്യാപ്പ് കാര്യങ്ങളുണ്ട്. എന്നാലും പിന്നെ എന്നെക്കൊണ്ട് പറ്റും. കാരണം എന്നെക്കൊണ്ട് PSC ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാഞ്ഞ ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പം അത്യാവശ്യം ഷോർട്ട് ലിസ്റ്റുകളിലൊക്കെ വന്ന് പ്രിലിംസൊക്കെ പാസ് ചെയ്ത് അത്യാവശ്യം നല്ല മാർക്കോട് കൂടി 80 87 85 മാർക്കോടൊക്കെ കൂടിയിട്ടാണ് ഞാൻ പ്രിലിംസ് പാസ്സാവാറ്. എനിക്ക് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊണ്ട് എന്തായാലും പറ്റും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. അയ്യോ PSC എന്നെക്കൊണ്ട് പറ്റുമോ, ഇത് നടക്കുമോ, ഇത് നടപടിയാവുന്ന കാര്യമാണോ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് പറയാം ഉള്ളൊരു എക്സാമ്പിളായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. കാരണം അപ്പോൾ ചിലവർക്കുണ്ടാവും, എല്ലാവരും ചില സബ്ജക്റ്റിൽ കംഫർട്ടായിരിക്കും, അല്ലെങ്കിൽ കംഫർട്ട് എന്താ പറയുക, അവർ ചിലപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ അത്യാവശ്യം നന്നായി അറിയുന്നവരായിരിക്കും. ചിലർ സയൻസിൽ നല്ല ഇതായിരിക്കും, ചിലർക്ക് മാത്സ് ആയിരിക്കാം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം, ചില സബ്ജക്റ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്റ്റും കയ്യിലില്ലാതെ PSC മേഖലയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. നേരത്തെ പറഞ്ഞ പോലെ മാത്സ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെയും ഒരു താല്പര്യം എനിക്ക് GK ആയിരുന്നു. പക്ഷെ നമുക്കറിയാം GK മാത്രം ഇങ്ങനെ കുറേ വെള്ളം പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. കുറേ വെറുതെ കാണാപ്പാടം പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ GKയും മാത്രം പഠിച്ചിരുന്ന് പോയിരുന്ന ഒരാളാണ് ഞാൻ. പിന്നെയാണ് ഞാൻ എഫേർട്ട് എടുത്ത് മാത്സ് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ച് തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള കമ്പനി ബോർഡ് LGSൻ്റെ ആണ്. അപ്പോൾ ഞാൻ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാരണം ഞാൻ ആ പേപ്പറൊക്കെ എടുത്ത് ഒന്നും കൂടി നോക്കുകയാണ് ശരിക്കും എത്ര മാർക്കിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സിലബസിൽ പറയുന്നത് 10 മാർക്ക് കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, ഓക്കെ എത്ര മാർക്കിന് വന്നിട്ടുണ്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്,
നമ്മൾ വെറുതെ ഒരു റാങ്ക് ഫയൽ എടുത്ത് വെറുതെ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എൻ്റെ ഇത്രയും നാളത്തെ ഒരു PSC അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. വെറുതെ കുറേ ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് അല്ലെങ്കിൽ റാങ്ക് ഫയൽ ഫുള്ള് തീർക്കാൻ പച്ചവെള്ളം പോലെ പഠിച്ചിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. PSCൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അടുത്ത് നടത്തുന്ന എക്സാമുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമ്മൾ ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്.